വെൽക്കം ബാക്ക് ടു ഹർഷൂസ് വ്ലോഗ്സ്. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. കുറേയായി നമ്മൾ വിചാരിക്കുന്നു പോയി തൊഴണം എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ ഇന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. ഒരു 11 മണിക്ക് ശേഷമാണ് ഇറങ്ങിയത്. അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതാ ബസ്സൊക്കെ ഇറങ്ങി നേരെ നടന്നു. അപ്പോഴത്തേക്ക് അവിടെ റെസീറ്റ് എഴുതാനൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് 30 വ്യാഴാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. പിന്നെ നമ്മൾ നേരെ താഴോട്ട് പോയി. അവിടെ സുബ്രഹ്മണ്യനും നാഗവും ശിവനും അയ്യപ്പനും അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തൊഴുതു. പിന്നെ ഒരുപാട് വള്ളിച്ചെടികളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു. അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് നമ്മൾ വിചാരിച്ചു അരയാലിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം വിചാരിച്ചു. അരയാൽത്തറേൻ്റെ അവിടെ വന്നിരുന്നു. അവിടെയും നല്ല കാറ്റാണ്. പിന്നെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ കുളം കേട്ടോ. ഒരുപാട് താമരയൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെള്ളമൊക്കെ കുറവല്ലേ, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബാക്ക് സൈഡിലോട്ട് വന്നു. പക്ഷെ അങ്ങോട്ടൊന്നും പോകാനേ ആവുന്നില്ല. നല്ല ചൂടും നിലമൊക്കെ നല്ല ചൂടായിരുന്നു. നമുക്ക് കാലൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ നടന്നു വേഗം തന്നെ. ഞങ്ങൾ ഇങ്ങ് എത്തുമ്പോഴത്തേക്ക് ഏകദേശം ചോറിൻ്റെയൊക്കെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഭക്ഷണം കൂടി കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. നല്ല ചൂട് ചോറും എലിശ്ശേരിയും അച്ചാറും പിന്നെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇവിടെ നിന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് തരും അവർ. അത് കഴിഞ്ഞ് നല്ല ഇടിച്ചു പിഴിഞ്ഞ പായസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം ചേട്ടനെ കാണാൻ വേണ്ടി ചേട്ടൻ്റെ റൂമിലോട്ട് വന്നു. അപ്പോൾ ചേട്ടൻ നമുക്ക് പാൽപ്പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് ചേട്ടനോട് ബബയൊക്കെ പറഞ്ഞ് ഞങ്ങൾ മെല്ലെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതാ നമുക്ക് പോകാനുള്ള ബസ്സൊക്കെ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇത് അമ്പലത്തിൻ്റെ കവാടത്തിൻ്റെ അവിടെ തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൊച്ചു വീഡിയോ ആണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും